വിനേഷ് ഫോഗട്ട് ഗുസ്തി താരം ഇന്ന് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു പ്രാദേശിക മാധ്യമങ്ങളോട് നൽകിയ അഭിമുഖത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ ആരോപണ ചരങ്ങൾ നീളുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മേധാവി PT ഉഷയ്ക്ക് നേരെയാണ്. അപ്പോൾ PT ഉഷ രാഷ്ട്രീയം കളിച്ചു എന്നാണ് പ്രധാന ആരോപണം. ഒളിമ്പിക്സിന് പോകുമ്പോൾ വലിയ നിരാശയായിട്ടാണ് അവിടെ നിന്ന് വിനേഷ് ഫോഗട്ട് മടങ്ങി വന്നത്. അവർക്ക് ഈ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട വലിയ സങ്കടം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ഈ അപ്പീൽ പോകുന്നതിലൊക്കെ വലിയ കാലതാമസം വരുത്തി. സ്വന്തം നിലയിലാണ് അപ്പീൽ പോയത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കാര്യമായി അതിൽ ഇടപെട്ടില്ല. ഒപ്പം താൻ ആശുപത്രി കിടന്ന സമയത്ത് PT ഉഷ അവിടെ വരികയും തൻ്റെ അനുമതിയില്ലാതെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് താൻ അറിഞ്ഞിട്ട് പോലുമില്ല. എല്ലാ സഹായങ്ങളും എല്ലാ പിന്തുണയും വിനേഷ് ഫോഗട്ടിന് നൽകുന്നു എന്ന തരത്തിലായിരുന്നു ആ ചിത്രം അന്ന് പ്രചരിച്ചത്. അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളാണ് PT ഉഷയ്ക്കെതിരെ ഉയരുന്നത്. എങ്ങനെ കാണണം വിനേഷ് ഫോഗട്ടിൻ്റെ വാക്കുകളെ? വിനേഷ് ഫോഗട്ട് PT ഉഷയ്ക്കെതിരെ പറയുന്നതിൽ സത്യത്തിൽ രേഷ്മ ഒരു അത്ഭുതവും കാണേണ്ട കാര്യമില്ല. കാരണം കായിക ലോകത്തെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കായിക ലോകത്തു നിന്നുണ്ടാകുന്ന ഇഷ്യൂസ് അതിൻ്റെ മെറിറ്റിലേക്കല്ല ഒരിക്കലും PT ഉഷ നോക്കിയിട്ടുള്ളത്. PT ഉഷ ഈ പദവിയിൽ വരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയുള്ളതായിരുന്നു. കർഷകരുടെ സമരം നടക്കുമ്പോൾ ഇവിടെ BJP സർക്കാരിന് വേണ്ടി ഇത് ടൂൾ കിറ്റ് സമരമാണ് എന്ന് എഴുതിയ ചുരുക്കം പ്രധാനികളിൽ ഒരാൾ ആണവർ. അവർക്കതിനകത്ത് ഒരു ആത്മവഞ്ചനയും തോന്നിയിട്ടുള്ള ആളല്ല. പിന്നീട് വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ആളുകൾ, വനിതകളായ ആളുകൾ ലൈംഗികമായ അതിക്രമം സഹിക്കാൻ കഴിയുന്നില്ല, ഇദ്ദേഹത്തെ മാറ്റണം, ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ മാറ്റണം, ഫെഡറേഷൻ്റെ പ്രസിഡന്റിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ് അവർ. ഈ സമരം നമുക്ക് നമ്മുടെ പ്രതിച്ഛായയെ, രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ തകർക്കുന്നതാണ്, ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണവർ. അപ്പോൾ അവർ ആലോചിച്ച് നോക്കുക, അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്? PT ഉഷ അക്കാഡമി എന്ന് പറയുന്ന സ്വന്തം അക്കാഡമിയിലെ പ്രശ്നങ്ങളുടെ പേരിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ഒരാൾ പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സഹായങ്ങൾ കിട്ടുമെന്നായപ്പോൾ ഈ സമരം ചെയ്ത അതേപോലെ തൻ്റെ അതേ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. താൻ കരഞ്ഞതുപോലെ തൻ്റെ പിൻതലമുറക്കാർ കരയുകയാണ് എന്നത് കാണുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ സർക്കാരിൻ്റെ കൂടെ നിൽക്കാൻ ഒരു മടിയും അറപ്പും ഇല്ലാതിരുന്ന ആളാണ് അവർ. പിന്നീട് ഈ സമരപ്പന്തലിൽ പോകുന്നുണ്ട്. ഒളിമ്പിക് അസോസിയേഷൻ്റെ ചീഫ് എന്ന നിലയ്ക്ക് ആ സമരപ്പന്തലിൽ അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കായിക താരങ്ങളും ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെ വിശ്വസിക്കുന്നില്ല. അതിൽ പരം ഒരു വലിയ അപമാനം ഉണ്ടാവാൻ, അതിൽ പരം ഒരു അർത്ഥനഷ്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളിരിക്കുന്ന ഒരു പദവിയെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി അംഗീകരിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആരെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ അവരതിനെ അംഗീകരിക്കുന്നില്ല. സ്വാഭാവികം. അതിൻ്റെ തുടർച്ചയാണ് എവിടെ കാണേണ്ടത്. വിനേഷ് ഫോഗട്ട് രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ശത്രുവാണ് എന്ന് PT ഉഷയ്ക്ക് അറിയാം. വിനേഷ് ഫോഗട്ടിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതോ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നതോ നല്ലതായിരിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടിൽ ഉയർന്നു വന്നപ്പോൾ അതൊന്ന് ഡീൽ ചെയ്യാൻ അവിടെ പോകുന്നു. ഹോട്ടൽ റൂമിൽ കയറുന്നു, അവരുടെ ഹോസ്പിറ്റൽ റൂമിൽ കയറുന്നു, ഫോട്ടോ എടുക്കുന്നു, പുറത്തിറങ്ങുന്നു, ഒപ്പം ഉണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നടത്തുന്നു. അതിനപ്പുറത്തേക്ക് അവരെ വിശ്വാസത്തിലെടുക്കാനോ അവർക്ക് വേണ്ടി നിയമപോരാട്ടത്തിന് പിന്തുണ കൊടുക്കാനോ അവർക്ക് സംഭവിച്ചെന്താണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന നടത്താനൊന്നും അവർ തയ്യാറായിട്ടില്ല. അന്നേ ഉയർന്നു വന്ന ആക്ഷേപമാണിത്. അന്നേ അവരുടെ ടീമിലുള്ള ആളുകൾ ഈ സഹായം കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് PT ഉഷ ഇന്ത്യൻ കായിക മേഖലയ്ക്ക് എന്തുമാത്രം കരുത്തു പകരുന്നു എന്ന് ചോദിച്ചാൽ, പണ്ട് അവർ ശരിയാണ് അവരുടെ കായിക നല്ല കാലത്ത് അവർ രാജ്യത്തിന് വേണ്ടി കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പരിശ്രമിച്ച ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ അവരെ റിവാർഡ് ചെയ്യാണല്ലോ അവരെ പ്രധാനപ്പെട്ട പദവിയിലിരുത്തിയിരിക്കുന്നത്. ആ പദവിയിലിരുന്നു കൊണ്ട് അവർ ഇന്ത്യൻ കായിക സമൂഹത്തിന് എന്ത് കോൺഫിഡൻസ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് അല്ല അവർ കൊടുക്കുന്നത്, അവിശ്വാസത്തിൻ്റെ മുദ്ര ചാർത്തി കൊടുക്കുന്നു എന്നാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് PT ഉഷയെക്കുറിച്ച് കേൾക്കുന്ന ഈ പരാതി ന്യായമാവാനുള്ള സാധ്യതയാണ് എല്ലാ അർത്ഥത്തിലും കൂടുതൽ. കാരണം അവരുടെ സമീപകാല ചരിത്രം അതാണ്. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കായിരുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്നത് നിങ്ങൾ എന്തിനു കേൾക്കണം, അതെന്താണ് ഇത്ര വാർത്തയാക്കാനുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ BJP നോമിനേറ്റ് ചെയ്ത ഒരു രാജ്യസഭാ അംഗം കൂടിയായ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റൊക്കെ വാക്കുകൾ നമ്മൾ ഇന്ന് കേൾക്കണം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കേൾക്കാൻ പറ്റില്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ കേൾക്കാൻ പറ്റില്ല. BJP നോമിനേറ്റഡ് MP ആണ് അവർ. ഇതിലൊരു പ്രശ്നം ഇപ്പോൾ ഈ പറഞ്ഞൊന്നും PT ഉഷ എന്ന കായിക താരം
രാജ്യത്തിന് നേടിക്കൊടുത്ത മെഡലുകൾ റദ്ദാക്കുന്നതോ അവർ കായിക മേഖലയിൽ കൈവരിച്ച നേട്ടത്തെ റദ്ദാക്കുന്നതോ അത് ചോദ്യം ചെയ്യാനോ പാടില്ലാത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള പല പ്രമുഖ കായിക താരങ്ങളെയും പോലെ ഇപ്പോൾ ഒരു ഉദാഹരണം അഞ്ജു ബോബി ജോർജ്, അവരേറ്റവും അവസാനം നടത്തിയൊരു പ്രസ്താവന ഉണ്ടല്ലോ, വളരെ വിവാദമായ പ്രസ്താവന. എൻ്റെ നാട് ഞങ്ങളൊന്നും പിന്തുണച്ചിട്ടില്ല. അവരൊരു മെഡൽ നേട്ടം, ഒളിമ്പിക്സ് മെഡൽ നേട്ടം സ്വന്തമാക്കിയപ്പോൾ പിറ്റേ വർഷം പത്മശ്രീ കൊടുത്ത് ആദരിച്ചൊരു നാടിനെ കുറിച്ചാണ് പറയുന്നത് അന്നത്തെ സർക്കാർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല എന്ന്. ഇപ്പോൾ പി ടി ഉഷയുടെ കാര്യത്തിലാണെങ്കിൽ പി ടി ഉഷയുടെ ഈ ബാലുശ്ശേരി കിനാലൂരിലുള്ള ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഒരു 30 ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത്. 30 ഏക്കർ സ്ഥലം പി ടി ഉഷ കാശ് കൊടുത്ത് വാങ്ങിയതല്ല, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അവർക്ക് പാട്ടത്തിന് കൊടുത്തതാണ് 30 വർഷത്തേക്ക്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സർക്കാരുകൾ ഇത്തരം കായിക താരങ്ങളെ അവരുടെ നേട്ടത്തിനനുസരിച്ച് റിവാർഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഉഷയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പി ടി ഉഷ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ നിന്നുള്ള കായിക താരങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുകയും അല്ലാത്തവരെ തഴയുകയും ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെയുണ്ട്. രേഷ്മയ്ക്ക് ഓർമ്മയുണ്ടാവും 2017 പി യു ചിത്ര ലോക വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഉള്ള ടീമിൽ, ഇന്ത്യൻ ടീമിൽ അവരുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പി ടി ഉഷ പറഞ്ഞ അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് അന്ന് അവർ പറഞ്ഞ ന്യായീകരണം. കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയാൻ കാരണം അവർ അതിന് തൊട്ട് മുമ്പ് നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അവരതിൽ സ്വർണം നേടി തിരിച്ചു വന്ന് ഒരു ഇൻ്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തപ്പോൾ അവർ 2ാം സ്ഥാനത്തായി പോയി. അതായത് ഇന്ത്യയിൽ വന്നിട്ട് ഏത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ 2ാം സ്ഥാനത്തായി പോയി. അതുകൊണ്ട് കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് അവർ പറഞ്ഞു ഞാൻ. അപ്പോൾ ബാക്കി തിരഞ്ഞെടുക്കപ്പെട്ടവർ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു ചോദിച്ചാൽ അത് അറിയുകയില്ല. അപ്പോൾ ഈ പി യു ചിത്രയുടെ സംഭവം വലിയ വിവാദമായതാണ്. പിന്നെ അത് കോടതി കയറി, ഹൈക്കോടതി നിർദ്ദേശിച്ചു, അവരുടെ ടീമിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു. പക്ഷേ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് പി യു ചിത്രയ്ക്ക് അന്ന് പങ്കെടുക്കാൻ കഴിയാത്തത്. അപ്പോൾ ആ സമയത്ത് പി യു ചിത്ര നമ്മൾ കാണുമ്പോൾ പി യു ചിത്രം എനിക്ക് പി ടി ഉഷ ആവാനായിരുന്നു ആഗ്രഹം, എനിക്ക് പി ടി ഉഷ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണത്. അപ്പോൾ പി ടി ഉഷയുടെയും പി യു ചിത്രയുടെയും പശ്ചാത്തലം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ അന്ന് ചിത്ര നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നമ്മളത് കാണാൻ പോകുന്നുണ്ട്. കാണാൻ പോകുമ്പോൾ ചിത്രയുടെ അച്ഛനും അമ്മയും കാണാൻ പോകുക. നോക്കുമ്പോൾ ഒരു മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും. അതായത് കൂലിപ്പണിക്കാരാണ് അവർ. അതുപോലൊരു സാഹചര്യത്തിൽ നല്ല ഒരിക്കലും പി ടി ഉഷ വന്നത്. പി യു ചിത്ര അത്ര ദരിദ്രമായ അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആളുകളെ പരിഗണിക്കുമ്പോൾ, ആളുകളെ അവസരത്തിന് വേണ്ടി പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആവുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. പി യു ചിത്ര എവിടെ നിന്നാണ് വരുന്നത്, എന്നിട്ട് അവരെക്കുറിച്ച് കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുക. ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ പോലും ഇതേ വാദം ഉന്നയിക്കുകയാണ്, കോടതിയിൽ ഇതേ വാദം ഉന്നയിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നം പി ടി ഉഷയ്ക്കുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണോ അതല്ല അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ പിന്നീട് നമുക്ക് വിശകലനം ചെയ്യാം. അത് നമുക്കറിയില്ല. അത് കാരണം കാലം തന്നെ ചിലപ്പോൾ അത് തെളിയിക്കും. ഇപ്പോൾ വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ ഇന്ന് ഫോഗട്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് 100 ഗ്രാം തൂക്കം കൂടിപ്പോയതിൻ്റെ പേരിലാണല്ലോ അവർ അയോഗ്യയാക്കപ്പെട്ടത്. അതിൻ്റെ പിറ്റേന്ന് ഈ ഇന്ത്യ മുഴുവൻ വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കുകയും ഇന്ത്യൻ കണ്ടിജൻറ്റ്, അതായത് ഇന്ത്യൻ മെഡിക്കൽ ടീം, ഇന്ത്യൻ താരങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കേണ്ട മെഡിക്കൽ ടീമിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കും. ചീഫ് മെഡിക്കൽ ഓഫീസർക്കെതിരെ തന്നെ ആരോപണം ഉയരുകയും ചെയ്തപ്പോൾ ഇവർ പറഞ്ഞതെന്നാണെന്ന് അറിയോ, ഗുസ്തി അതുപോലെ ജൂഡോ ഇങ്ങനെയുള്ള കായിക ഇനങ്ങളിൽ ഈ താരത്തിൻ്റെ വെയ്റ്റും അവരുടെ ഫിറ്റ്നസ്സും ഒക്കെ നോക്കേണ്ടത് ആ കായിക താരങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്, അത് മെഡിക്കൽ ടീമിൻ്റെ ഉത്തരവാദിത്തമല്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അങ്ങനെ പറ്റുക? അതൊരു പ്രശ്നമാണല്ലോ. അത് അവരുടെ ഉത്തരവാദിത്തമാണ് 100 ഗ്രാം നോക്കേണ്ടത്. അപ്പോൾ ഇവരുടെ പണി എന്താണ്? അതായത് ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ പ്രസ്താവന നടത്തിയ ആളാണ് അവർ. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഫോഗട്ട് ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം, ഇവർ അയോഗ്യയാക്കപ്പെടുന്നതിനെ തുടർന്ന് ഇവർ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലിൽ ഇവർ സ്വബോധത്തിലല്ല, ആകെ തകർന്ന അവസ്ഥയിലാണ്. അവിടെ എന്നോട് അനുമതി ചോദിക്കാതെ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് ഫോട്ടോ എടുത്ത് അവർ പ്രസിദ്ധീകരിച്ചു. അതായത് ഞാൻ ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് പുറം ലോകത്തെ കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു സർക്കസ്. അതാണ് ഏറ്റവും ഇവർ വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെതിരെ അപ്പീൽ പോകാൻ യഥാർത്ഥത്തിൽ ആരാണ് അപ്പീൽ പോകേണ്ടത്? ഒരു രാജ്യമാണ് അപ്പീൽ പോകേണ്ടത്. ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന കായിക താരത്തിന് വേണ്ടി രാജ്യമാണ് അപ്പീലിന് പോകേണ്ടത്. അവിടെ ഞാനാണ് പോയത്. എനിക്ക് വേണ്ടി ഇവർ അപ്പീൽ പോലും പോയില്ല. ഞാൻ പോവുകയായിരുന്നു. ഹരീഷ് സാൽവയായിട്ട് ഞാനാണ് ബന്ധപ്പെട്ട് ഹരീഷ് സാൽവ എനിക്ക് വേണ്ടി അവിടെ അപ്പീൽ കൊടുത്തത്. പിന്നീട് ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ ആ അപ്പീലിൽ ജോയിൻ ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ എന്തെല്ലാം വീഴ്ച ഉണ്ടായത്? ഒരു കായിക താരത്തിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിൽ വരുന്ന വീഴ്ച. 2, വ്യാജമായി അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ അനുമതിയില്ലാതെ ചിത്രമെടുത്ത് പ്രസിദ്ധീകരിക്കുക. 3, അപ്പീൽ നൽകുന്നതിൽ വീഴ്ച വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് ഗൗരവമുള്ള കാര്യമാണ്. അതിപ്പം ഇന്നിപ്പോൾ വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഈ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അവരെന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല എന്നാണ് ചോദിക്കേണ്ടത്.
അവർ ഇതുവരെ വളരെ മാന്യമായിട്ടാണല്ലോ അതിനോട് പ്രതികരിച്ചത്. PT ഉഷയെ വ്യക്തിപരമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരം അവഗണന നേരിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ മൊത്തം അവരുടെ മെഡൽ നഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇത് PT ഉഷയെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട സമയത്ത് പറയണം. അതിനവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നുള്ളതല്ലോ കാര്യം. ആ നിലയിൽ അവർ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ആ ഗൗരവം കൂടിയുണ്ട്.